പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരിയിൽ നടന്ന LSS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ. GK, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി EVSും മാത്സും ഉടൻ തന്നെ നൽകാം കേട്ടോ. പേപ്പർ 1 പാർട്ട് B ഇംഗ്ലീഷ്, പാർട്ട് A മലയാളമാണ്. പേപ്പർ 1ലെ 12ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 13ാമത്തെ. 12 വരെ മലയാളമായിരുന്നു. Read the following passage and answer the question that follow. It was a summer fair. People walked to a fairground through a narrow lane. Some of them walked and some rode on horses. Some others come on bullock carts. The boy was fascinated by toys and stopped to have a close look at them. സമ്മർ ഫെയറിനെ കുറിച്ചിട്ടുള്ളൊരു വിശദീകരണമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഞാൻ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പീപ്പിൾ റീച്ച്ഡ് ദ ഫെയർ ത്രൂ ദ നാരോ ലൈൻ. നാരോന്നിന് അടിയിൽ വരട്ടിട്ടുണ്ട്. ഫൈൻഡ് എ വേർഡ് ഓപ്പോസിറ്റ് ഈസ് മീനിങ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻ എന്നതിൻ്റെ വിപരീതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇടുങ്ങിയ. ഇതിനിവിടെ 2 ആൻസർ വരുന്നുണ്ട്, സിയും ഡിയും. വൈഡ്, ബ്രോഡ്. ഈ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് choosing appropriate word from those given below. The boy went to the summer fair dash his parents. Answer with his parents. അവൻ്റെ മാതാപിതാക്കളുടെ കൂടെ. നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. The given passage is the description of a fair. Prepare a write-up about a fair. Festival you have visited. നിങ്ങൾ പങ്കെടുത്ത ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട്. പങ്കെടുത്തിട്ടില്ലേ? കാർണിവലിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? അതിൻ്റെ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാർണിവലിൽ എന്തൊക്കെ ഉണ്ടാവും? കുറേ ജനങ്ങളുണ്ടാവും അല്ലേ? ചെറിയവരായിട്ടും വലിയവരായിട്ടും കുറേ കച്ചവടക്കാരുണ്ടാവും. ചെറിയ കച്ചവടക്കാർ, വലിയ കച്ചവടക്കാർ, ടോയ് വിൽക്കുന്നവർ, മധുരപലഹാരങ്ങൾ വിൽക്കുന്നവർ, പലതരം മധുരപലഹാരങ്ങൾ വിൽക്കുന്നവരുണ്ടാവും. നമ്മുടെ ബുക്ക് തന്നെ ഉണ്ട്. ബലൂൺ വിൽക്കുന്നവർ, മുല്ലപ്പൂമാല വിൽക്കുന്നവർ, പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പല ഉപകരണങ്ങളും ഉണ്ടാവും അല്ലേ. കൂടാതെ യന്ത്രൂഞ്ഞാൽ അല്ലേ, മേരിക്കോ റൗണ്ട്, ജെയിൻറ്റ് വീല്, സീസോ, പല ഉപകരണങ്ങളും ഉണ്ടാവും. ഇത് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ലോസ്റ്റ് ഓഫ് ചൈൽഡ് ഭാഗം നമ്മൾ ക്ലാസ് എത്തിയിട്ടില്ല. അവിടെ ആ ക്ലാസ് ഭാഗത്തിൽ നൽകാം കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷന്, അതിൽ പോസ്റ്റർ, അനൗൺസ്മെൻറ്റ്, പോലീസിന് കത്തെഴുതാൻ, കത്തെഴുത്തൊക്കെ ഉണ്ട്. കത്തെഴുത്ത്, നോട്ടീസ്, പോസ്റ്റർ, അതൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ പഠിക്കണം. ക്ലാസ്സുകളിൽ തരാം കേട്ടോ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ചിൽഡ്രൻ ഗാദേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺ ഇൻ ടു എ ബൊക്കറ്റ്. ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ. ദെയർ ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്. കുട്ടികളൊക്കെ പാലസിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടി. അവരുടെ കയ്യിൽ ബൊക്കെ അല്ലേ, ഫ്ലവറി പോട്ട് ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും, രാജാവിൻ്റെ എല്ലാ കുട്ടികളെയും നോക്കി. അവരുടെ മുഖത്തൊക്കെ എന്തിൻ്റെ their faces were shining with hope. പ്രതീക്ഷയോടെ മുഖം തിളങ്ങിയിരുന്നു. The king sighed. He was not at all happy. രാജാവ് ഇത് കണ്ടിട്ട് നിർവീർപ്പെട്ടു. അദ്ദേഹത്തിന് എന്തില്ല, ഇത് കണ്ടിട്ട് സന്തോഷമല്ല അല്ലേ. ഇനി ചോദ്യം വായിക്കാം. Complete the sentence choosing the correct word from those given below. The children who gathered in the courtyard were. കുട്ടികളൊക്കെ മുറ്റത്ത് പ്രതീക്ഷയോടെയാണ് ഒരുമിച്ച് കൂടിയത് അല്ലേ. ഇതിൽ ഹോപ്പ്ഫുൾ ആണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ. സെലക്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ. ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. അതുപോലെ ബൊക്കെ ഈസ് റിലേറ്റഡ് ടു. ബൊക്കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ പദം ഏതാണ്? ഫ്ലവേഴ്സ്. ആൻസർ ഫ്ലവേഴ്സ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ കിങ് സൈൻഡ്. സൈൻ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പെട്ടു, രാജാവ് നെടുവീർപ്പെട്ടു. He was not at all happy. Why was the king unhappy? അതുകൊണ്ടാണ് രാജാവ് അൺഹാപ്പി ആയി നെടുവീർപ്പെട്ടത്. കുട്ടികളൊക്കെ പാലസിൻ്റെ മുറ്റത്ത് വെൽഗ്രൗണ്ട് പ്ലാന്റ്സ്, നല്ല ഫ്ലവറി പോട്ടുകൊണ്ടാണ് ഒരുമിച്ച് കൂടിയത് അല്ലേ. എങ്ങനത്തെ വിത്ത രാജാവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? റോസ്റ്റഡ് സീഡ്സ് ആണ്. റോസ്റ്റഡ് സീഡ് കൊടുത്തിട്ടും കുട്ടികളൊക്കെ വെൽഗ്രൗണ്ട് പ്ലാന്റ്സ് കൊണ്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. കുട്ടികളൊന്നും സത്യസന്ധന്മാരല്ല, അതുകൊണ്ടാണ് രാജാവ് ഡിസ്ഹോണസ്റ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് രാജാവ് നെടുവീർപ്പെട്ടത്. സിമ്പിളാണല്ലേ. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ എഴുതണം കേട്ടോ. 10 മാർക്കിൻ്റെ ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞു. ഇനി 10 മാർക്കിൻ്റെ GK ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പഞ്ചാബ്. മറ്റതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്.
ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആര്? ശ്രീകുമാരൻ തമ്പി. മക്കളെ, GK ക്ലാസ് വിട്ടിട്ടുണ്ട് കേട്ടോ. അനുകാലിക വിവരങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ ചോദ്യം കൊടുത്തിട്ടുള്ളത്. GK 10 മാർക്കാണ് കേട്ടോ. എവിടുന്ന ചോദ്യം വരികയെന്ന് നമുക്കറിയില്ല. 10 മാർക്കിന് കുറേ പഠിക്കേണ്ടി വരും. നമ്മുടെ ചാനലിൽ ജൂൺ 5 മുതൽ ഇതുവരെയുള്ള എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും വിട്ടിട്ടുണ്ട് കേട്ടോ. കൂടാതെ അക്ഷരമുറ്റം, സ്വദേശ് മെഗാ ക്വിസ്, അറിവ് ഉത്സവം, CH പ്രതിഭ ക്വിസ്, ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട്. മക്കൾ അതും പോയി കാണണം. LP ചോദ്യപേപ്പർ കണ്ടാൽ മതി കേട്ടോ. പ്രഗത്ഭരായ അധ്യാപകർ നിർമ്മിക്കുന്ന LSS ലെവലിലേക്കുള്ള ചോദ്യങ്ങളാണ്. അതിലൊരു മലയാളത്തിലെ കവിത, ഇംഗ്ലീഷിൻ്റെ ഒരു ചോദ്യങ്ങൾ, മാത്സിൻ്റെ 2 ചോദ്യം, ബാക്കിയൊക്കെ GK ആയിരിക്കും. അപ്പം മക്കൾ 25 ചോദ്യത്തിനാണ് ഉണ്ടാവുക. അതൊക്കെ മക്കൾ പോയി കണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ചാനലിന് തിരഞ്ഞിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വിടാം കേട്ടോ. ഓരോ LP ലെവലിൽ 4 ചോദ്യങ്ങളുണ്ടാവും, ഒന്നിച്ച് വിടാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഏത് പദ്ധതിയുടെ ലോഗോയാണ് ചുവടെ നൽകിയിരിക്കുന്നത്? കുടുംബശ്രീ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഏത്? ആൻസർ ഗഗൻയാൻ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു റോബോട്ടിന് വിടുന്നുണ്ട്. അതേതാണ്? വ്യോമമിത്ര. ആദ്യത്തെ L1 നമ്മുടെ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകമാണ്. ചാന്ദ്രയാനി ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചതാണ്. മംഗൾയാനി ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി താരമാര്? മിന്നുമണി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനി ആര്? ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ജനുവരി 2024 കൊല്ലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല ഏത്? ആൻസർ കണ്ണൂർ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാര്? MS സ്വാമിനാഥൻ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം കേട്ടോ. മക്കളെല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്